ഹലോ, വെൽക്കം ടു ഈസി ക്ലാസ് ബൈ മൂസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നോക്കാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ ഫസ്റ്റ് സെമസ്റ്ററായ BA എക്കണോമിക്സിലെ രണ്ടാമത്തെ മൊഡ്യൂളാണ്. നമ്മൾ ഓൾറെഡി കുറച്ച് നോക്കിയല്ലേ പോർഷൻസൊക്കെ. ഇനി നമുക്ക് ബാക്കി പോർഷൻസും കൂടി നോക്കാം. ഇനി നോക്കാൻ പോകുന്ന ടോപ്പിക്ക് മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്. അപ്പോൾ ഈ മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ് ആർ ദ ടു ഫണ്ടമെൻ്റൽ അപ്രോച്ചസ് ടു എക്കണോമിക് പ്രോബ്ലം ആൻഡ് അനലൈസിസ്. അപ്പോൾ മൈക്രോ എക്കണോമിക്സ് അതേപോലെ മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എക്കണോമിക് അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങൾക്കും അനലൈസിനുമുള്ള രണ്ട് അടിസ്ഥാന അപ്രോച്ചുകളാണ് മൈക്രോ എക്കണോമിക്സ് അതേപോലെ മാക്രോ എക്കണോമിക്സ്. ഈ രണ്ട് പദങ്ങളും 1933 നോർവീജിയൻ എക്കണോമിക്സായ രാഗ്നർ ഫ്രീഷെ ഉണ്ടാക്കിയതാണ്. മൈക്രോ, മാക്രോ എന്ന വേർഡ് മിക്രോസ്, മൈക്രോസ് എന്നീ രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്ന് ഡെറിവേഡ് ചെയ്തതാണ്. അപ്പോൾ ഇനി മൈക്രോ എന്ന വേർഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ചെറുതും അതേപോലെ മാക്രോ എന്ന് പറഞ്ഞ മീനിങ് എന്ന് പറയുന്നത് വലുതുമാണ്. Microeconomics is concerned with the study and analysis of individual or small component of the whole economy. അപ്പം മൈക്രോ എക്കണോമിക്സ് മൊത്തം എക്കണോമിയുടെ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ സ്മോൾ കമ്പോണൻ്റ് പഠനവും പഠിക്കുന്ന കാര്യത്തിനൊക്കെയാണ് നമ്മൾ. അപ്പോൾ അതായത് ഒരു സ്മോൾ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ആയിക്കാണ്ടില്ലേ ചെറിയൊരു കാര്യം പഠിക്കുന്നതിനാണ് നമ്മൾ മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ മുഴുവൻ എക്കണോമിയുടെ അപ്പോൾ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന അഗ്രഗേറ്റുകളുടെ പഠനത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. എക്കണോമിയുടെ ഫുള്ള് കാര്യം നോക്കലാണ് മാക്രോ എക്കണോമിക്സ്. അതേപോലെ മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു പോർഷൻ മാത്രമേ മൈക്രോ എക്കണോമിക്സ് നോക്കല്ലോ. അപ്പോൾ ഇതാണ് മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ. ഇനി മൈക്രോ എക്കണോമിക്സ് നമുക്ക് ഡീറ്റെയിൽ ആയിക്കാൻ നോക്കാം. ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ഫാമിലി എങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്നുവെന്നും അവർ പ്രത്യേക മാർക്കറ്റിൽ എങ്ങനെ ഇടപഴകുന്നുവെന്നും പഠിക്കുന്നതാണ് മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ എക്കണോമിയുടെ ചെറിയ ഭാഗങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ മൈക്രോസ്കോപ്പിലൂടെ നോക്കുന്ന പോലെയാണ് എന്നാണ് അപ്പോൾ ഈ മൈക്രോ എക്കണോമിക്സിനെ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ചെറിയ ഭാഗങ്ങൾ മാത്രമാണ് മൈക്രോ എക്കണോമിക്സ് നോക്കല്. ബാക്കിയൊക്കെ മാക്രോ എക്കണോമിക്സ് ആണ് എക്കണോമിയുടെ ഫുള്ള് നോക്കല് കേട്ടോ. നമുക്ക് മാക്രോ എക്കണോമിക്സ് നോക്കാം. മൊത്തത്തിലുള്ള സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള പഠനമാണ് മാക്രോ എക്കണോമിക്സ്. അതായത് ദേശീയ വരുമാനം, ദേശീയ ഉൽപ്പാദനം, തൊഴിലില്ലായ്മ, പൊതുവില നിലവാരം, പണപ്പെരുപ്പവും സാമ്പത്തിക വളർച്ചയും വികസനവും മുതലായ പോലുള്ള സമ്പദ് വ്യവസ്ഥയിലെ പ്രതിഭാസങ്ങൾ കൈകാര്യം ചെയ്യൽ മാക്രോ എക്കണോമിക്സ് ആണ്. അപ്പം എല്ലാ എക്കണോമി നടക്കുന്ന എല്ലാ ബാക്കി കാര്യങ്ങളും അപ്പോൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകൽ മാക്രോ എക്കണോമിക്സ് ആണ്. പിന്നെ മൈക്രോ എക്കണോമിക്സ് ആകെ ചെറിയ ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ ഇനി കമ്പാരിസൺ ബിറ്റ്വീൻ ബോത്ത് മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ് നോക്കാം. അപ്പോൾ മൈക്രോ എക്കണോമിക്സ് വ്യക്തിഗത അനലൈസിസ് ആണ് ഒന്നാമത്തെ. പിന്നെ എക്കണോമിക്സ് പറഞ്ഞാൽ ഒരു ചെറിയ സ്മോളാണ്. പിന്നെ ബേസ്ഡ് ഓൺ ദ അസ്യൂം എന്ന് പറഞ്ഞാൽ ഫുൾ എംപ്ലോയ്മെൻ്റ് ആണ്. പിന്നെ അപ്ലിക്കേഷൻ ഓഫ് പാറ്റേൺ ഈക്വിലിബ്രിയം അനലൈസ് ടു എക്കണോമിക് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഒരു ചെറിയ ഭാഗം മാത്രം നോക്കുകയുള്ളൂ മൈക്രോ എക്കണോമിക്സ്. പിന്നെ സ്റ്റാറ്റിക് അനലൈസിസ് ആണ്. പിന്നെ ബോട്ടംസ് അപ്പ് അപ്രോച്ചാണ് അപ്പോൾ മൈക്രോ എക്കണോമിക്സിലുള്ളത്. ഇനി മാക്രോ എക്കണോമിക്സ് നോക്കാം. അഗ്രിഗേറ്റ് അനലൈസിസ് ആണ്, മൊത്തത്തിലുള്ള അനലൈസിസ് ആണ് അഗ്രിഗേറ്റ് അനലൈസിസ് പറഞ്ഞാൽ. പിന്നെ എക്കണോമിക്സ് ഈസ് ദ ലാർജ് ആണ്, എക്കണോമിക് പറഞ്ഞാൽ ലാർജ് ആണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ ദ അസ്യൂം എന്ന് പറഞ്ഞാൽ ലെസ് ആണ്, എംപ്ലോയ്മെൻറ്റ് ലെസ് ആണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. പിന്നെ അതേപോലെ അപ്ലിക്കേഷൻ എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നം വന്നാൽ മൊത്തത്തിലുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കാണ്ടാണ് തീരുമാനിക്കൽ. പിന്നെ അതേപോലെ ഡൈനാമിക് അനലൈസിസ് ആണ്. പിന്നെ ടോപ്പ് ഡൗൺ അപ്രോച്ചാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് കമ്പാരിസൺ എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം. ദ എക്കണോമിക്സ് ആസ് ദ പോളിസി അഡ്വൈസർ. അതായത് ഒരു എക്കണോമിസ്റ്റ് ലോകത്തെ വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോൾ അവരെയാണ് നമ്മൾ ശാസ്ത്രജ്ഞർ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളാണ് ഓല് പറയുന്നത്. അതല്ലെങ്കിൽ അത് മെച്ചപ്പെടുത്താൻ സഹായിക്കാൻ അപ്പോൾ ശ്രമിക്കുകയാണെങ്കിൽ അവരെയാണ് നമ്മൾ പോളിസി അഡ്വൈസർ എന്ന് പറയുന്നത്. അപ്പോൾ അപ്പോൾ എക്കോണമിയെ നമ്മൾ ഇനി എന്തൊക്കെ വേണം എന്ന കാര്യങ്ങൾ പറയാൻ സഹായിക്കുന്നവരെയാണ് നമ്മൾ എന്ത്
വിളിക്കൽ? പോളിസി അഡ്വൈസറി എന്ന് പറയുന്നത് കേട്ടോ. അതിനെ പറ്റി അപ്പോൾ നല്ല സിമ്പിളായിട്ടുള്ള അനലൈസിസ് ആണ്. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് കാര്യം എന്താണ് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ പോസിറ്റീവ് ആൻഡ് നോർമേറ്റീവ് അനലൈസിസ്. അപ്പോൾ അനലൈസിസ് എന്ന് പറഞ്ഞാൽ ലോകം എങ്ങനെയുണ്ട് എന്ന് പറയുന്നവ എക്കണോമിക്സിനെ ഒക്കെയാണ് നമ്മൾ പോസിറ്റീവ് അനലൈസിസ് എന്ന് പറയുക. അല്ലെങ്കിൽ നോർമേറ്റീവ് അനലൈസിസ് എന്ത് പറഞ്ഞാൽ ലോകം എങ്ങനെയായിരിക്കണം എന്ന് പറയുന്നതിനെയാണ് അപ്പം നോർമേറ്റീവ് അനലൈസിസ് എന്ന് പറയുന്നത്. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ പോസിറ്റീവ് എക്കണോമിക്സ് ആൻഡ് നോർമേറ്റീവ് എക്കണോമിക്സ് നോക്കാം. അതിൽ ഫസ്റ്റ് സ്റ്റഡി ഓഫ് വാട്ട് ഈസ് ആണ് പോസിറ്റീവ് എക്കണോമിക്സിൽ. അപ്പോൾ എന്താണ് ഇപ്പോൾ എന്ന പഠനത്തെയാണ്. പിന്നെ അതേപോലെ പ്രൈമറി കൺസിഡർ വിത്ത് ആക്ച്വൽസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ യഥാർത്ഥമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പിന്നെ മൂന്നാമത്തെ എക്കണോമിയിൽ അപ്പം യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്ന രീതി വിവരിക്കുന്നതിനെയാണ് പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ. പിന്നെ അതേപോലെ നാലാമത്തെന്ന് പറഞ്ഞാൽ ഇത് പ്രവചിക്കുന്നതോ അല്ലെങ്കിൽ ഇനി വരാൻ പോണ കാര്യങ്ങളൊന്നുമല്ല പറയുന്നത്. ഇപ്പം നടന്നുകൊണ്ട് നിൽക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ മൂല്യനിർണ്ണയങ്ങൾ ഇല്ലാത്തതാണ്. പിന്നെ അനുഭവങ്ങൾ അപ്പോൾ അനുഭവപരമായ അല്ലെങ്കിൽ സ്ഥിതിവിവര കണക്കുകളൊക്കെയാണ് അപ്പം പറഞ്ഞത്. അതായത് എംപിറിക്കൽ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ. പിന്നെ ലാസ്റ്റത്തെ ഏഴാമത്തേന്ന് പറഞ്ഞാൽ ഇത് പ്യുവർ സയൻസ് ആണ്. ഇനി നോർമേറ്റീവ് എക്കണോമിക്സ് എന്താ നോക്കാം. അതിൽ ഫസ്റ്റത്തെ എന്തായിരിക്കണം എന്ന പഠനം. ഇനി നമുക്ക് എന്ത് വേണം, അപ്പോൾ ഇനി നല്ല രീതിയിൽ പോകാൻ എന്ത് വേണം എന്ന് പറയുന്നതിനെയാണ് നോർമേറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ ആദർശങ്ങളാണ്, അല്ലാതെ ആക്ച്വൽ ആയിക്കൊണ്ട് നടന്ന കാര്യങ്ങളല്ല. ഓരോ ആദർശങ്ങൾ അല്ലെങ്കിൽ ഓരോ ഡിമാൻഡുകൾ അല്ലെങ്കിൽ ഓരോ ഐഡിയാസ് ആണ് പറയുന്നത്. പിന്നെ അപ്പോൾ എക്കണോമിയുടെ പ്രവർത്തിക്കേണ്ട രീതി നിർദ്ദേശിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് മൂന്നാമത്തേന്. നാലാമത്തെ അപ്പം പ്രെഡിക്റ്റ് ചെയ്ത ഓരോ കാര്യങ്ങളൊക്കെയാണ് പറയണത്. പിന്നെ പിന്നെ അതേപോലെ തന്നെ ധാർമ്മികമായ അല്ലെങ്കിൽ ക്ഷേമ അധിഷ്ഠിതമാണ്. ക്ഷേമത്തിനൊക്കെ വേണ്ടി ഇനി എന്ത് ചെയ്യണം കാര്യങ്ങളൊക്കെയാണ് ആറാമത്തെ. പിന്നെ അതേപോലെ ലാസ്റ്റത്തെ റെഗുലേറ്റീവ് സയൻസ് ആണ്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് അപ്പോൾ പോസിറ്റീവ് എക്കണോമിക്സ് അതേപോലെ നോർമേറ്റീവ് എക്കണോമിക്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് അടുത്ത ടോപ്പിക് നോക്കാം. വൈ എക്കണോമിക്സ് അഡ്വൈസ് ഈസ് നോട്ട് ഓൾവേസ് ഫോളോവ്ഡ്. എന്തുകൊണ്ടാണ് സാമ്പത്തിക വിദഗ്ധരുടെ ഉപദേശം എല്ലായ്പ്പോഴും പാലിക്കാത്തത്? അതായത് നമുക്കിനി പോയിന്റിലേക്ക് പോവാം. ഗവൺമെൻറ്റിന് ഉപദേശിക്കുന്ന ഏതൊരു എക്കണോമിക്സും തൻ്റെ ശുപാർശകൾ എല്ലായ്പ്പോഴും അപ്പം ശ്രദ്ധിക്കില്ലല്ലേ. കാരണം എന്താ വെച്ചാൽ ഗവൺമെൻറ്റിൻ്റെതായ അപ്പോൾ തീരുമാനങ്ങളും കാര്യമൊക്കെ ഉണ്ടാകും. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ഈ എക്കണോമിക്സ് ചില കാര്യങ്ങൾ പറയുമ്പോൾ അതൊന്നും ചിലപ്പോൾ അംഗീകരിക്കില്ല. അപ്പോൾ യഥാർത്ഥ ലോകത്ത് ശരിയായ നയം കണ്ടെത്തുന്ന സർക്കാരിൻ്റെ ജോലിൻ്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും എല്ലാ കാര്യങ്ങളും അപ്പം ഗവൺമെൻറ് അംഗീകരിക്കണമെന്നില്ല. ചില കാര്യങ്ങൾ മാത്രമേ പ്രോബബിൾ ആയി കാണില്ല. ചില കാര്യങ്ങൾ മാത്രമേ അപ്പം ഗവൺമെൻറ് ഏറ്റെടുക്കല് ഈ ഒരു പോളിസി റൈറ്റ് പോളിസിയിൽ നിന്ന്. അപ്പോൾ അതാണ് അപ്പം ഈ ടോപ്പിക്ക്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. വൈ എക്കണോമിക്സ് ഡിസഗ്രി. അപ്പോൾ എന്തുകൊണ്ടാണ് സാമ്പത്തിക വിദഗ്ധർ അപ്പം ഡിസഗ്രി ചെയ്യുന്നത് എന്നാണ് നോക്കേണ്ടത് ഇനി. അതായത് ഒരു എക്കണോമിക്സ് ഒരു ഐഡിയ കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ ഒരു തിയറി കൊണ്ടുവരുമ്പോൾ എല്ലാ എക്കണോമിക്സിനും അതിൻ്റെതായ ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ടാണ് ബാക്കി എക്കണോമിക്സുകാരൊന്നും അത് എഗ്രി ചെയ്യാത്തത്. കാരണം എന്താ വെച്ചാൽ ഒന്നാമത് എക്കണോമിക്സ് എന്ന് പറഞ്ഞത് ഒരു ലാബിലോ ഒക്കെ ചെയ്യുന്ന നല്ല കറക്റ്റ് തിയറി അല്ല. അത് ജസ്റ്റ് ഒരു പ്രഡിക്ഷനാണ്. അതും കാര്യങ്ങളൊക്കെ നമ്മൾ തിയറിയും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എക്കണോമിക്സിലില്ല. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും അത് പെട്ടെന്ന് എഗ്രി ചെയ്യാത്തത്. ഇനി ഈ ഒരു എക്കണോമിക്സിനെ സംബന്ധിച്ച് 3 അപ്പോൾ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്താണ് ഡിഫറെൻറ്റ് ഇൻ സയൻറ്റിഫിക് ജഡ്ജ്മെൻറ്റ്. രണ്ടാമത്താണ് ഡിഫറെൻറ്റ് ഇൻ വാല്യൂസ്. പിന്നെ മൂന്നാമത്താണ് പെർസെപ്ഷൻ വാല്യൂസ് റിയാലിറ്റി. ഈ 3 കാര്യങ്ങളിൽ വെച്ചുകൊണ്ടാണ് എല്ലാവരും ഡിസഗ്രി ആവാനുള്ള കാരണങ്ങൾ നമുക്ക് എന്തൊക്കെയാണ് വിശദീകരിച്ച് നോക്കാം. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ഇൻ സയൻറ്റിഫിക് ജഡ്ജ്മെൻ്റ് ആണ്. അതായത് ഇത് ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു 2 എക്കണോമിക്സിന് അപ്പോൾ ഒരു സയൻറ്റിഫിക് ജഡ്ജ്മെൻറ്റ് വരാണ്. അതായത് ഒരു തിയറിക്ക് 2 ജഡ്ജ്മെൻറ്റ്
വരാണ്. കാരണം ഈ ഒരാൾക്ക് ഇതിങ്ങനാണ്, മറ്റേ ആൾക്ക് ഇതങ്ങനാണ് എന്നൊക്കെ വരുമ്പളാണ് ഒരു വലിയൊരു പ്രശ്നം ഒരു തിയറിയിൽ വരല്. കാരണം 2 ജഡ്ജ്മെന്റ് ആവുമ്പോൾ ഇതിൽ ഏത് വെക്കണമെന്ന് കൺഫ്യൂഷൻ ആവുമല്ലോ. അപ്പോൾ അതാണ് എന്ന് പറഞ്ഞ ഡിഫറൻസ് ഇൻ സയന്റിഫിക് ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ ഞാനിത് സിമ്പിളായി കണ്ടിട്ട് കാര്യങ്ങൾ പറഞ്ഞതാണ്. കാരണം നിങ്ങൾക്ക് ഇത് ഇന്നതാണ് കാര്യം മനസ്സിലാവണം. അതിനും വേണ്ടിട്ടോ. ഇനിയിപ്പോൾ രണ്ടാമത്തെ ബി എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ഇൻ വാല്യൂസ് ആണ്. അപ്പോൾ അതായത് വാല്യൂവിൽ ഡിഫറൻസ് വന്നാലും അതെന്താവും, അത് ഒരു ഡിസഗ്രിക്ക് കാരണമാവുമല്ലേ. ഇതിനകത്ത് നമുക്ക് ഡീറ്റെയിൽസ് ആയിക്കണ്ട് നോക്കാം. ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. എല്ലാവർക്കും 10% നികുതി ചുമത്തുകയും 2 ആളുകൾ ഉണ്ടെങ്കിൽ ഒരാൾ പ്രതിവർഷം $1,50,000 സമ്പാദിക്കുകയും മറ്റേ ആൾ 40,000 വർഷം സമ്പാദിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് ന്യായമാണോ? അപ്പോൾ ഒരാൾക്ക് $15,000 മറ്റോന് $6,000 നികുതി നൽകണം. അങ്ങനെ 10% ആണെങ്കിൽ. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് വാല്യൂസ് 2 ആൾക്കാർക്ക് ഉണ്ടാകുമ്പോഴും അപ്പോൾ അതിലും എന്തുണ്ടാവും, ഡിസഗ്രിയും കാര്യങ്ങളും ഒക്കെ വരുമെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത നോക്കാം പോയിന്റ്. പിന്നെ മൂന്നാമത്താണ് ഡിഫറൻസ് ഇൻ പെർസെപ്ഷൻ വെർസ് റിയാലിറ്റി, യാഥാർത്ഥ്യവും ധാരണയും. അതായത് ഇപ്പോൾ ഒരു എക്കണോമിസ്റ്റ് എന്താണ് ഒരു മൂല്യനിർണ്ണയം നടത്തുകയാണ്. അതിൽ ജസ്റ്റ് ഒന്ന് പ്രത്യേകിച്ച് കണക്കുകളും കാര്യം നോക്കാതെ അയാളുടെ ഇഷ്ടത്തിൻ്റെ ധാരണ വെച്ചുകാണ്ട് ഇപ്പോൾ ഒരു നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്താൽ അത് ബാക്കി സൈക്കോളജിസ്റ്റ് അത് ഡിസഗ്രി ചെയ്യുമല്ലേ. കാരണം എന്ന് വെച്ചാൽ അത് നല്ല കറക്റ്റ് ആൻസർ അല്ല. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇപ്പം നമ്മൾ ധാരണ വെച്ച് ചെയ്താൽ അപ്പോഴും ഡിസഗ്രിയും കാര്യങ്ങളൊക്കെ വരുമെന്നാണ് പറയുന്നത്.